ഹലോ ഗായ്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നതിന് ഇന്ന് നമ്മുടെ കുഞ്ഞാൻ വന്നതിന് ശേഷമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ നല്ല മഴ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. പുറത്ത് നല്ല വെള്ളക്കെട്ടാണ്. അപ്പോൾ മഴ മാറിയതിന് ശേഷം ഒന്ന് നോക്കിയപ്പോൾ നമുക്ക് വഴുതനങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നടന്നു. മുറ്റത്തൊക്കെ നിറച്ച് വെള്ളക്കെട്ടാണ്. മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാനേ തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് അടുക്കളയിലോട്ട് ചെന്നപ്പോൾ നമ്മുടെ തുണികളൊക്കെ കുഞ്ഞാട് തുണികളൊക്കെ അഴയിലിട്ടേക്കണേണ് ഈ കാണുന്നത്. അപ്പോൾ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ അമ്മ രാവിലത്തേക്ക് സാമ്പാറും ഇഡ്ഡലിയും ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് വിശപ്പാണ് വന്ന്. അല്ലെങ്കിൽ സാധാരണ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് തിന്നാറ്. ഇന്ന് ഇഡ്ഡലി കണ്ടപ്പോൾ പെട്ടെന്ന് വിശപ്പ് വന്ന്. അങ്ങനെ പോയി പല്ല് തേച്ച് വന്ന് വാവ എണീറ്റാന്ന് നോക്കിയപ്പോൾ വാവയും ചിറ്റയും കൂടി നല്ല ഉറക്കമാണ്. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാനൊക്കെ ഇരുന്ന് വാവ എണീക്കണേ മുന്നേ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വാവയുടെ കാര്യമൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വാവ എണീറ്റ്. അപ്പോൾ ആ ചാമയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അങ്ങനെ എണീറ്റ് വാവ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ പാമ്പേഴ്സൊക്കെ മാറ്റി ഒന്ന് മേലൊക്കെ കഴിപ്പിച്ച് വേറെ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കും. എന്നാലേ പുള്ളി ഒരു ഉഷാറാവുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുത്തിയമ്മയും വാവയും കൂടി കിടന്ന് കളിക്കുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ കുളിക്കാനും പോയി. അമ്മ വാവനെ കുളിപ്പിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് ചിറ്റയുടെ കൂടെ കളിച്ച്. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കിടന്ന് ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എഴുന്നേറ്റ്. മഴയൊക്കെ മാറിയപ്പോൾ ഒന്ന് വാവനെ പുറത്തോട്ട് കൊണ്ടുവന്നു. മഴ ആയതുകൊണ്ട് ഇപ്പോൾ പുറത്തോട്ട് നടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഉള്ളിലിരുന്നിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ കൊണ്ടുവന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അനിയത്തിയും വാവയൊക്കെ കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവന് പ്രാന്ത് കയറിക്കൊണ്ടിരിക്കണേ ഞങ്ങളുടെ കോപ്രായം കണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അമ്മ രസഗുള ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പണ്ട് ഞങ്ങൾക്ക് സ്കൂൾ വിട്ടതിന് മുമ്പ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്. അങ്ങനെ ഞാനും പൊന്നും കൂടി ഇരുന്ന് കഴിക്കണേണ്. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾക്കാണെങ്കിൽ ഇന്ന് ഹോസ്റ്റലിൽ പോകണം. ഇനി പേരുവിളിക്ക് വരുള്ളൂ അവിടെ. മഴയൊക്കെ ആയതുകൊണ്ട് ട്രെയിന് പോകണ്ടെന്ന് പറഞ്ഞ് രാത്രി 9 മണിക്കലത്തെ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ആലുവയെ കൊണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് റീൽസൊക്കെ കണ്ടിരുന്ന് ഞങ്ങൾ ഫുഡ് ഇത് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് പുറത്തോട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് നല്ല കാറ്റും മഴയൊക്കെ വന്നിട്ടിടാം. ഈ വീഡിയോയിൽ പെട്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല ശക്തമായിട്ട് കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കറണ്ട് പോയി. വല്ലയിടത്തും മരമൊക്കെ വീണിട്ടുണ്ടാവും. അങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും വാവ ഉറങ്ങി. ഭാഗ്യത്തിന് ആ സമയത്ത് കൊതുകൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വാവയുടെ ഉറക്കവും കറണ്ട് പോക്കും ഒന്നിച്ചായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ടൊക്കെ വന്ന് പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അവൾ പോകാൻ റെഡി ആയിട്ടോ. അപ്പോഴേക്കും വാവയും എണീറ്റ്. അങ്ങനെ കുറച്ച് നേരം പോണതിന് മുന്നേ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ ബാഗിലിട്ട് ബാംഗ്ലൂരോട്ട് കൊണ്ടുവന്നിട്ട് വാവനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. ഇന്ന് അവൾക്കല്ല വിഷമം, ഞങ്ങൾക്കാണ്. കാരണം ഇത്രയും നേരം അവളുണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനെ നല്ല ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവൾ പോയപ്പോൾ ഒരു സങ്കടം ഞങ്ങൾ ഒറ്റക്കായ പോലെ തോന്നി. അവൾക്ക് വേറെ ഒന്നും അല്ല സങ്കടമില്ലാത്തത്. അവൾ ഒരാഴ്ച കഴിഞ്ഞ് തന്നെ വരും. അതുകൊണ്ടാണ് അവൾക്ക് സങ്കടമില്ലാത്തത്. അവൾക്ക് എക്സാമാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൾക്ക് വരാൻ പറ്റും. അങ്ങനെ ഓട്ടോ ഒക്കെ വന്ന് അവളും അച്ഛനും കൂടി പോവുകയാണ്. അപ്പം ഞങ്ങൾ 3 പേരും മാത്രമായി വീണ്ടും ഒറ്റക്ക്. അപ്പോൾ ഒരു സങ്കടം ഇങ്ങനെ ഞങ്ങൾ ചിറ്റ പോണത് നോക്കി വാവ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്ര നാളും ഇങ്ങനെ ബഹളം ഉണ്ടായിട്ട് പെട്ടെന്ന് സൈലൻ്റ് ആയല്ലോ. അവർ പോയി കഴിഞ്ഞപ്പോൾ വാവയും സൈലൻ്റായി, ആരും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ അമ്മ പണിയെടുക്കാൻ പോയി. ഞാൻ കുറച്ച് നേരം വാവേനായിട്ടിരുന്നു. അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അമ്മയും മോനും കൂടി ചാർലി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ഇന്ന് വാവനെ എടുത്ത് ഞാൻ ബെഡൊക്കെ സെറ്റാക്കാൻ വന്ന് വാവനെ ഉറക്കാൻ വേണ്ടി ബെഡൊക്കെ സെറ്റാക്കാൻ വന്ന് അതൊക്കെ കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ വാവ അമ്മമ്മയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പുള്ളി ഉറക്കം വന്നിട്ടായില്ല. ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ബലൂണൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ സമയം 11:36 അപ്പോഴും ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.